ഹരേ കൃഷ്ണ. നമുക്കിനിയും 71-ാമത്തെ ശ്ലോകം നോക്കാം. ഹരിദാസ ഊചുഹു ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം. ഗോകർണൻ്റെ സംശയത്തിനുള്ള മറുപടി പറയുകയാണ്. ശ്രവണസ്യ വിഭേദേന, ശ്രവണത്തിലുള്ള വിഭേദേന, ഭേദം നിമിത്തമാണ് ഫലഭേദോപി സംസ്ഥിതഃ. ഫലഭേദഃ അപിയാണ് ഫലഭേദോപി. ഈ ഫലത്തിലും ഭേദം വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് ശ്രവണത്തിലുള്ള ഭേദം തന്നെയാണ്. ആ ഒരു എല്ലാവരും അങ്ങ് നോക്കുമ്പോൾ ഒരുപോലെ കേട്ടുകൊണ്ടിരുന്നുവെന്ന് അങ്ങേക്ക് തോന്നാം. പക്ഷെ ഇവർ കേട്ടതിൽ ഭേദമുണ്ട്. അതാണ് ഇവരുടെ ഫലത്തിലും ഭേദമുണ്ടാകുവാൻ ഇടയായത്. ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം. എന്താ ഭേദം? എവിടെയാണ് ഇവർ കേട്ടതിൽ ഭേദമുണ്ടായത് എന്നാണെങ്കിൽ ശ്രവണം തു കൃതം സർവൈർ, എല്ലാവരും അത് കേട്ടിരിക്കുന്നു. പക്ഷേ ന തഥാ മനനം കൃതം, അവിടെയുള്ളവരെല്ലാവരും ന കൃതം മനനം, അത് മനനം ചെയ്തിട്ടില്ല. അപ്പോൾ അത് വേണ്ട വിധത്തിൽ ഉള്ളിലേക്ക് എടുക്കണമെങ്കിൽ നന്നായി മനനം ചെയ്ത് ഈ തത്വത്തെ ഉള്ളിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞത് ആ ധുന്ധുകാരിക്ക് മാത്രമാണ്. മറ്റുള്ളവരൊക്കെ നന്നായി കേട്ടിട്ടുണ്ട്, പക്ഷെ അത് വേണ്ട വിധത്തിൽ മനനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിച്ചിട്ടില്ല. ഈ ഒരു ഭേദം കൊണ്ടാണ് ഇവരുടെയൊക്കെ സപ്താഹശ്രവണത്തിൻ്റെ ഫലത്തിലും ഭേദമുണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ കഥകൾ, ഈ ഭാഗവത കഥകൾ കേൾക്കുമ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട്, അത് വെറുതെ കേട്ടു കളയുവാനുള്ളതല്ല, കേട്ട് ഉള്ളിലേക്ക് എടുക്കുവാനുള്ളതാണ് എന്ന്. അത് നമ്മൾ വെറുതെ ഒരു സമയം പോക്കിന് വേണ്ടി, നേരം പോക്കിന് വേണ്ടി കേട്ട് വിടുവാനുള്ളതല്ല. അത് കേൾക്കും തോറും ആ പറഞ്ഞതിലെ ഓരോ തത്വത്തെയും മനനം ചെയ്ത് ഈ ജീവിതത്തിൻ്റെ നിസ്സാരതയെ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥ, അതിലേറെ നമുക്കിതിൽ യാതൊരു കർത്തൃത്വമില്ലാതെ മറ്റൊരു ശക്തിയുടെ നിശ്ചയത്തിനനുസരിച്ചുള്ള ഒരു പ്രയാണം മാത്രമാണ് നമ്മുടെ ഈ ജന്മമെന്ന് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ, ആ ശക്തിയിലേക്ക് തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ, അത് നന്നായി മനനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിന് കഴിയുകയുള്ളൂ. അതിലേക്ക് നമ്മളെ എത്തിക്കുവാനാണ് ഈ നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളൊക്കെയും. ആ ഈശ്വരൻ എന്ന സത്യത്തെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും നന്നായി കേട്ടു, ശ്രദ്ധിച്ചിരുന്ന് കേട്ടുവെന്ന് അങ്ങേക്ക് തോന്നി. പക്ഷെ അത് വേണ്ട വിധത്തിൽ മനനം ചെയ്തിട്ടില്ല. അങ്ങനെ മനനം ചെയ്തത് ധുന്ധുകാരി മാത്രമാണ്. ആ ഒരു ഭേദം കൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ കൂടിയിടത്തും ആ ഫലത്തിലും ഭേദം വന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രവണസ്യ വിഭേദേന ഫലഭേദോപി സംസ്ഥിതഃ ശ്രവണം തു കൃതം സർവൈർന തഥാ മനനം കൃതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫലഭേദോപി, അവിടെ ഒകാരം നീട്ടിയെടുക്കുക, ഒരു വിശ്ലേഷണമുണ്ട്. അതേപോലെ സംസ്ഥിത, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് സർവൈർന, അവിടെ ന കൂട്ടക്ഷരമാണ്, അത് കട്ടിയിൽ വായിക്കാൻ ശ്രമിക്കുക. അടുത്തത് 72-ാമത്തെ ശ്ലോകമാണ്. ഫലഭേദസ്തതോ ജാതോ ഭജനാദപിമാനത സപ്തരാത്രമുപോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം. ഫലഭേദസ്തതോ ജാതോ,
ഇവിടെ തതഹ എന്ന് പറഞ്ഞാൽ ഇവിടെ അനന്തരം ഈ ഫലഭേദം അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നു. ശ്രവണത്തിൽ ഭേദം ഉണ്ടായതുകൊണ്ട് തന്നെ ഫലഭേദജാത, ആ ഫലത്തിലും ഭേദമുണ്ടായിരിക്കുന്നു. ഭജനാദഭിമാനത, ഇതിൽ ഭജനഭേദം നിമിത്തവും എന്ന് പറഞ്ഞാൽ ഈ ഭജനഭേദം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ സപ്താഹ ശ്രവണ സമയത്ത് ഇവരിൽ ഓരോരുത്തരിലും നോക്കൂ, ഭഗവാനിലേക്ക് ലയിച്ച് ഒരു ഭഗവത കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിൽ സദാ ഉള്ളിൽ അവരറിയാതെ ഒരു ഭജന നടക്കുന്നുണ്ട്, ഭഗവത് വിചാരം നടക്കുന്നുണ്ട്. പക്ഷെ ആ മനനം ഉള്ളിടത്തെ ആ ഒരു ഭഗവത് വിചാരം ഉണ്ടാവുകയുള്ളൂ, ആ ഒരു ഭജന ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയും ഭേദം സംഭവിച്ചിരിക്കുന്നു. സപ്തരാത്രമുപോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം. സപ്തരാത്രമുപോഷ്യൈവ, സപ്തരാത്രം ഉപോഷ്യ ഏവ ആണ് സപ്തരാത്രമുപോഷ്യൈവ. സപ്തരാത്രം ഈ 7 ദിവസങ്ങളിലും രാത്രിയിൽ ഉപോഷ്യ ഏവ ഉപവാസം അനുഷ്ഠിച്ചതുകൊണ്ട്, ഭക്ഷണം ഒന്നുമില്ലാതെയാണ് ഈ ധുന്ധുകാരി ഇരുന്ന് സദാ ഈ ഭാഗവത കഥ ശ്രവണം ചെയ്തതും മനനം ചെയ്തതുമൊക്കെയും. അങ്ങനെ ഈ 7 രാത്രികളിലും ഉപവാസം ദീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പ്രേതേന ശ്രവണം കൃതം, ആ പ്രേതത്താൽ ധുന്ധുകാരിയാൽ ശ്രവണം കൃതം ശ്രവിച്ചത്. അപ്പോൾ ആ കേട്ട രീതിയിൽ ഭേദമുണ്ട്. നമുക്കറിയാം, ഇന്ന് സപ്താഹം എന്ന് പറയുന്നത് തന്നെ മുഖ്യമായിട്ടും ഭക്ഷണം എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു പക്ഷെ അധപ്പതിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം, സപ്താഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഭഗവത് തത്വത്തെ ആ സത്യത്തെ നന്നായി മനസ്സിലാക്കി ഉള്ളിൽ വിചാരം ചെയ്ത് മനനം ചെയ്ത് ആ സത്യത്തെ ഉള്ളിൽ ഉറപ്പിക്കലാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം മുഖ്യം ഭക്ഷണം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ധുന്ധുകാരിയാകട്ടെ ഈ 7 ദിവസങ്ങളും 7 രാത്രികളിൽ പോലും ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് ഉപവാസം ചെയ്ത് ഭാഗവത കഥ ശ്രവിക്കുകയായിരുന്നു. അങ്ങനെ ഭാഗവത കഥ ശ്രവിച്ച് മനനം ചെയ്ത് ആ ഭഗവത് വിചാരത്തെ ഉള്ളിൽ ഉറപ്പിച്ചു. അവിടെയും ഭേദം വന്നിരിക്കുന്നു. അപ്പോൾ കേട്ട രീതിയിലും അതിനെ മനനം ചെയ്തതിലും ചെയ്യാതിരുന്നതിലും ഈ ശ്രോതാക്കൾക്കിടയിൽ ഭേദമുണ്ടായിരിക്കുന്നു. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഫലം വരണമെങ്കിൽ, പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ നമ്മൾ ആ കേൾക്കുന്ന വിധിയിലും കേൾക്കുന്ന രീതിയിലും നമ്മളിൽ മാറ്റമുണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് ആരാ പറയുന്ന? ഭഗവാന്റെ പ്രിയരായിട്ടുള്ള ഹരിദാസന്മാരാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഫലഭേദസ്തതോ ജാതോ ഭജനാദഭിമാനത സപ്തരാത്രമുപോഷ്യൈവ പ്രേതേന ശ്രവണം കൃതം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഫലഭേദസ്തതോ, അവിടെ സ ജോയിൻ ചെയ്യാൻ വന്നതാണ്, പദം പിരിക്കണ്ട. പിന്നെ ഭജനാദപി, ഭജനാദ് അപിയാണ് ദായ്ക്ക് ആകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ ഭജനാദഭിമാനത, രണ്ടിടത്തും ദായാണ്. നമ്മൾ വായിക്കുമ്പോൾ തകാരം വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക, ദായാണ്. പിന്നെ അടുത്തത് സപ്തരാത്രം ഉപോഷ്യൈവ, സപ്തരാത്രമുപോഷ്യൈവ, സപ്തരാത്രം ഉപോഷ്യ ഏവ ആണ്, പദം പിരിക്കണ്ട. സപ്തരാത്രം ഉപോഷ്യൈവ, മായ്ക്ക് ഉകാരം ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 73-ാമത്തെ ശ്ലോകമാണ്. മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതം ഭൃശം അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. ഈ പറയുകയാണ് മനനാദി തഥാതേന. മനനാദി, മനനം ആദിയായിട്ടുള്ള സാധകങ്ങളാൽ, തഥാതേന ആ ധുന്ധുകാരിയാൽ, തേന അവനാൽ, ആ ധുന്ധുകാരിയാൽ സ്ഥിരചിത്തേ കൃതം ഭൃശം, മനസ്സിനെ സ്ഥിരമാക്കിയിട്ട്, അതിൽ മനനം നിധിധ്യാസനം മുതലായവയും ഒക്കെ ഇതിൽ
ചെയ്യപ്പെട്ടു. ഈ സപ്താഹ ശ്രവണത്തോടൊപ്പം ഇതെല്ലാം ചെയ്യപ്പെട്ടു. ഉള്ളിൽ ആ ഈശ്വരനെ നന്നായി അങ്ങോട്ട് ഉറപ്പിക്കുവാൻ കഴിഞ്ഞു. അദൃഢം ച ഹതം ജ്ഞാനം. അദൃഢം, ദൃഢമല്ലാത്തത്, ച ഹതം ജ്ഞാനം. അങ്ങനെയുള്ള അദൃഢമായിട്ടുള്ള ജ്ഞാനം, ശരിയായിട്ടുള്ളിൽ മനനം ചെയ്ത് ഊട്ടി ഉറപ്പിക്കുവാനാകാത്തതായിട്ടുള്ള ജ്ഞാനം, അതായത് നമ്മൾ കേൾക്കുന്ന ഭാഗവത കഥയിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ആ ഭാഗവത തത്വത്തെ നന്നായി മനനം ചെയ്ത് ഉള്ളിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഹതം ജ്ഞാനം, അത് കാലം പോകെ പോകെ അത് ക്ഷയിക്കുന്നതാണ്, നശിക്കുന്നതാണ്. പ്രമാദേന ഹതം ശ്രുതം. ഇവിടെ പറയാം പ്രമാദേന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു മതത്തോടു കൂടി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പലയിടത്ത് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നതിനിടയിലിരുന്നാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അതും ഹതം ശ്രുതം, ഈ കേട്ടതിനെയൊക്കെ അത് ക്ഷയിപ്പിക്കും, നശിപ്പിക്കും. അപ്പോൾ നമ്മൾ കേൾക്കുന്നതിലും മനസ്സിനെ ഉറപ്പിച്ചു നിർത്തണം. ആ കേട്ട കാര്യങ്ങളെ നന്നായി മനനം ചെയ്ത്, മനനം, നിധിധ്യാസനം ആദിയായിട്ടുള്ള സാധകങ്ങൾ ഉപയോഗിച്ച് അതിനെ ഉള്ളിൽ നന്നായി വിചാരം ചെയ്ത് ഊട്ടി ഉറപ്പിച്ചില്ല എങ്കിൽ അത് ക്ഷയിച്ചു പോകുന്നതാണ്. നമുക്കറിയാം, ഒരു ഭാഗവത സപ്താഹ വേദിയിലിരുന്നാൽ നമ്മൾ ആ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതായി തോന്നും, നമുക്കൊക്കെ മനസ്സിലായി വളരെ നിർവൃതിയുള്ളതായി, ആത്മസംതൃപ്തിയുള്ളതായി തോന്നും. പക്ഷേ തൊട്ടടുത്ത ദിവസം നമ്മൾ അതിനെ ഒന്ന് വിചാരം ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ ആ കേട്ടതിൻ്റെ പകുതി കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിലുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ധുന്ധുകാരി ചെയ്യുന്നത് പോലെ അതിനെ മനനം ചെയ്ത് ഉള്ളിൽ ഊട്ടി ഉറപ്പിക്കണം. ആ തത്വത്തെ വിചാരം ചെയ്യണം നന്നായി ഉള്ളിലിട്ട്. അപ്പോൾ മാത്രമേ അത് ഉള്ളിൽ ഉറയ്ക്കുകയുള്ളൂ. അങ്ങനെ ഉറച്ച ജ്ഞാനത്തെ കാലത്തിന് ക്ഷയിപ്പിക്കുവാനാകില്ല. കാരണം അവിടെ ചിത്തം ചേർന്നിരിക്കുന്നത് കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനോട് തന്നെയാണ്. ഒരു മത്സ്യബന്ധനക്കാരൻ്റെ കാലിൻ്റെ സമീപം ഇരിക്കുന്ന മത്സ്യത്തെ മത്സ്യബന്ധനം നടത്തുന്ന ആ മുക്കുവൻ്റെ വലയിൽ വീഴ്ത്തുവാനാകാത്തതുപോലെ ചിത്തത്തെ മനനം ചെയ്ത് ഭഗവാനിങ്കിലേക്ക്, ആ ഭഗവത് വിചാരത്തിലേക്ക് ഉറപ്പിച്ചു നിർത്തിയാൽ കാലസ്വരൂപനാകുന്ന ഭഗവാൻ അതിനെ നശിപ്പിക്കുകയില്ല. കാലം എത്ര പോയാലും അത് അങ്ങനെ ഉറച്ചു തന്നെ, ആ ഭഗവത് പാദത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. മനനാദി തഥാതേന സ്ഥിരചിത്തേ കൃതം ഭൃശം ആദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന ഹതം ശ്രുതം. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രമാദേന ഹതം ശ്രുതം. ആദ്യത്തേത് ദായാണ്, പ്രമാദേന. രണ്ടാമത്തേത് തായാണ്, ഹതം ശ്രുതം. അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ മനനാദി, മനനം ആദിയാണ്. അപ്പോൾ മനനാദി, അവിടെയും ദകാരമാണ്, തായല്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 74-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഇവിടെ ഇപ്പോൾ ആ ഭാഗവത കഥാശ്രവണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ സത്യത്തിൽ ഈ ഹരിദാസന്മാർ. ഓരോന്നും കേൾക്കുമ്പോൾ അതിനെ നന്നായി ഉള്ളിലിട്ട് വിചാരം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു തരികയാണ്. നമുക്ക് 74-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.